വിദ്യാർത്ഥികൾക്ക് ശ്രീചിന്മയ കോളേജിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5th സെമസ്റ്ററിലെ സോഷ്യോളജിയുടെ പാഠഭാഗങ്ങളാണ്. അതിൽ പ്രധാനമായും നമ്മൾ ഇന്നത്തെ ടോപ്പിക്കായിട്ട് എടുക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ തുടങ്ങി വെച്ച മൊഡ്യൂൾ 2. അതിൽ നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞത് ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവിനെ കുറിച്ചാണ്. അതിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നൊക്കെ. അതിൽ പ്രധാനപ്പെട്ട ഒരു ഫങ്ഷണലിസ്റ്റ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന, ഫങ്ഷണലിസ്റ്റ് പ്രസ്ഥാനത്തിന് അല്ലെങ്കിൽ പെർസ്പെക്റ്റീവിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ തിയറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ദ ഫങ്ഷണലിസം ഓഫ് ടാൽക്കോട്ട് പാഴ്സൺ. ടാൽക്കോട്ട് പാഴ്സണെ കുറിച്ച് ചിലപ്പോൾ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പം അദ്ദേഹത്തിൻ്റെ ഫങ്ഷണലിസം എന്താണ്, അദ്ദേഹം ഫങ്ഷണലിസം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നൊരു ചെറിയ കാര്യമാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പം അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു അമേരിക്കയിലെ പ്രമുഖനായ ഒരു സാമൂഹ്യ ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു വിശകലന രീതിയാണ് സ്ട്രക്ചറൽ ഫങ്ഷണലിസം എന്നത്. അപ്പം ഈ സ്ട്രക്ചറൽ ഫങ്ഷണലിസം വെച്ചുകൊണ്ടാണ് അദ്ദേഹം സമൂഹത്തെക്കുറിച്ച് പഠിക്കാനുള്ള ഒരു മാതൃക ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ ഈ സ്ട്രക്ചറൽ ഫങ്ഷണലിസം വെച്ചുകൊണ്ടാണ് സമൂഹത്തെ അദ്ദേഹം പഠിച്ചത്, അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തിയത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരുപാട് പഠനങ്ങളുടെ ഭാഗമായി അദ്ദേഹം ചില കൃതികളൊക്കെ രചിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാണ് ദ സ്ട്രക്ചർ ഓഫ് സോഷ്യൽ ആക്ഷൻ, മറ്റൊന്നാണ് ദ സോഷ്യൽ സിസ്റ്റം, മൂന്നാമത്തേതാണ് സ്ട്രക്ചർ ആൻഡ് പ്രോസസ് ഇൻ മോഡേൺ സൊസൈറ്റീസ്. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ചെറിയ കൃതികളാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് അദ്ദേഹം പ്രധാനമായും സമൂഹത്തിലെ ഒന്ന് ആക്ഷനെക്കുറിച്ചാണ് പഠിച്ചിരുന്നത്, ആക്ഷൻ. മറ്റൊന്ന് സമൂഹത്തിൽ നിലനിൽക്കുന്ന സിസ്റ്റങ്ങളെക്കുറിച്ച്, പിന്നെ സംസ്കാരം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളെക്കുറിച്ചാണ് അദ്ദേഹത്തിൻ്റെ പഠനത്തിൻ്റെ മേഖലകൾ കടന്നു പോയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു തിയറി അഥവാ സോഷ്യോളജിക്കൽ തിയറി ആൻഡ് മോഡേൺ സൊസൈറ്റി എന്ന് പറയുന്ന കൃതികളും അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അതേപോലെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട തിയറിയാണിത്. അതും കൂടെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇത് നമ്മൾ പറയാൻ പോകുന്നത്, അപ്പം ഏകദേശം കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏകദേശം ഒരു ചെറു വിവരണം നമ്മൾക്കറിയാം. അമേരിക്കക്കാരനാണ്, സമൂഹശാസ്ത്രത്തിൽ വളരെ വലിയ പാണ്ഡിത്യമുള്ള അല്ലെങ്കിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് ടാൽക്കോട്ട് പാഴ്സൺ. അദ്ദേഹം ഫങ്ഷണലിസ്റ്റ് അല്ലെങ്കിൽ സ്ട്രക്ചറൽ ഫങ്ഷണലിസമാണ് സമൂഹത്തെക്കുറിച്ച് പഠിക്കാൻ ഉപയോഗിച്ചത്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ എന്നതൊക്കെയാണെന്നൊക്കെ നമുക്കറിയാം. ഇനി അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളിൽ പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഒരു ആശയമാണ് സോഷ്യൽ ആക്ഷൻ തിയറി എന്ന് പറയുന്നത്. നേരത്തെ നമ്മളവിടെ സ്ട്രക്ചർ ഓഫ് സോഷ്യൽ ആക്ഷൻ എന്ന് പറയുന്ന പുസ്തകം പഠിച്ചിരുന്നു. അപ്പോൾ അതിൽ അദ്ദേഹം വിവരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു സിദ്ധാന്തമാണ് സോഷ്യൽ ആക്ഷൻ തിയറി എന്ന് പറയുന്നത്. ഈ സോഷ്യൽ ആക്ഷൻ തിയറി എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അദ്ദേഹം ഇത് ഉപയോഗിക്കുന്നത് സാമൂഹിക പഠനത്തിനായാണ്. അപ്പോൾ ഇദ്ദേഹം വികസിപ്പിച്ചെടുത്ത ഒരു തിയറിയാണ് സോഷ്യൽ ആക്ഷൻ തിയറി എന്ന് പറയുന്നത്. ടാൽക്കോട്ട് പാഴ്സൺ സാമൂഹിക പഠനത്തിനായി വികസിപ്പിച്ചെടുത്തിട്ടുള്ള ഒരു പൊതു സിദ്ധാന്തമാണ് സോഷ്യൽ ആക്ഷൻ തിയറി എന്ന് പറയുന്നത്. അദ്ദേഹം പറയുന്നു, ഈ സാമൂഹിക ബന്ധങ്ങളുടെ ആകെ തുകയെന്ന് പറയുന്നത് അതാ സമൂഹം നിലനിൽക്കുന്നതിന് കാരണമെന്ന്. അപ്പം പാഴ്സൻ്റെ വീക്ഷണത്തിലൂടെ അദ്ദേഹം മനസ്സിലാക്കുന്നത് സാമൂഹിക ബന്ധങ്ങളുടെ ആകെത്തുകയാണെന്തെന്ന് സമൂഹം. മനുഷ്യൻ്റെ സാമൂഹിക പ്രവർത്തനങ്ങളാണ് സമൂഹത്തെ നിലനിർത്തുന്നത് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം എന്താക്കുന്നത്, ഈ സാമൂഹിക പ്രവർത്തന സിദ്ധാന്തത്തിലൂടെ അദ്ദേഹം സമൂഹത്തെ പഠനത്തിൻ്റെ ഭാഗമായി കണക്കാക്കുന്നത്. ഒന്നുകൂടെ വളരെ കൃത്യമായി ശ്രദ്ധിക്കുക. ടാൽക്കോട്ട് പാഴ്സൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹം പറയുന്നത് നമ്മുടെ സാമൂഹിക ബന്ധങ്ങളുടെ ആകെ തുക അതൊക്കെ നിലനിൽക്കുന്നത് മനുഷ്യൻ്റെ സാമൂഹിക പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ്.
സോഷ്യൽ ആക്ഷൻ. അപ്പോൾ ഈ സോഷ്യൽ ആക്ഷൻ സമൂഹത്തിൽ നിലനിൽക്കുമ്പോഴാണ് സമൂഹം എന്തു ചെയ്യുന്നത്, സമൂഹത്തെ നമുക്ക് നിലനിർത്താൻ കഴിയുന്നത് എന്നാണ് ടാൽക്കോട്ട് പാഴ്സൺ അഭിപ്രായപ്പെടുന്നത്. മനുഷ്യൻ്റെ പെരുമാറ്റ രീതികളെ പഠിക്കുവാനാണ് പാഴ്സൺ ഈ ഒരു തിയറിയിലൂടെ ശ്രമിച്ചത്. മനുഷ്യൻ്റെ സമൂഹത്തിലുള്ള പെരുമാറ്റ രീതികളെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട്. പ്രത്യേക ലക്ഷ്യങ്ങൾ നേടിയെടുക്കുക എന്നത് ഓരോ സാമൂഹിക പ്രവർത്തനത്തിൻ്റെയും ലക്ഷ്യമാണെന്നും അദ്ദേഹം ഇതിലൂടെ സൂചിപ്പിക്കുന്നു. മനുഷ്യൻ്റെ ഓരോ പ്രവർത്തനങ്ങളും അവൻ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അവൻ്റെ ഒരു ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്നാണ്. എല്ലാ സാമൂഹ്യ പ്രവർത്തനങ്ങളുടെയും പിന്നിലും വ്യക്തമായ ഒരു ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കും എന്നാണ് പാഴ്സൺ അഭിപ്രായപ്പെടുന്നത്. അപ്പം സമൂഹം നിലനിൽക്കണമെങ്കിൽ സോഷ്യൽ ആക്ഷൻ ഉണ്ടാവണം. ആക്ഷൻ എന്ന് പറയുമ്പം ഇവിടെ ഉദ്ദേശിക്കുന്നത് പരസ്പര പ്രവർത്തനത്തെക്കുറിച്ചാണ്. അപ്പം ജനങ്ങൾ തമ്മിലുള്ള പരസ്പര പ്രവർത്തനങ്ങൾ ഉണ്ടാകുമ്പോഴാണ് സമൂഹം നിലനിൽക്കുന്നത്. പക്ഷേ അതിൻ്റെ പിന്നിൽ ആ ഒരു ആക്ഷൻ്റെ അല്ലെങ്കിൽ മനുഷ്യൻ തമ്മിലുള്ള ആ പ്രവർത്തനത്തിന് പിന്നിൽ കൃത്യമായ ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കും എന്നും പാഴ്സൺ വളരെ കൃത്യമായി ഈ തിയറിയിൽ നമ്മളോട് ബോധ്യപ്പെടുത്തുന്നു. അപ്പം ഇതുമായി ബന്ധപ്പെട്ട ഈ സോഷ്യൽ ആക്ഷനുമായി ബന്ധപ്പെട്ട ചില എലമെൻസിനെ കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. എലമെൻറ്റ്സ് ഓഫ് സോഷ്യൽ ആക്ഷൻ എന്ന് പറയും. നോട്ട് ചെയ്ത് വെക്കണം, എലമെൻറ്റ്സ് ഓഫ് സോഷ്യൽ ആക്ഷൻ. അപ്പം പൊതുവെ ഏതൊരു പെരുമാറ്റവും സാമൂഹിക പ്രവർത്തനമായി നമ്മൾ കണക്കാക്കണമെങ്കിൽ, ഇപ്പോൾ നമുക്കറിയാം സാമൂഹിക പ്രവർത്തനം എന്താണെന്ന് നമുക്കറിയുന്നൊരു കാര്യമാണ് സാമൂഹിക പ്രവർത്തനം. അപ്പോൾ ഒരു കാര്യം അതൊരു സാമൂഹിക പ്രവർത്തനമാണോ അല്ലയോ എന്ന് നമുക്ക് വ്യക്തമാകണമെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടതുണ്ട്. അതാണ് ഈ എലമെൻറ്റ്സ് ഓഫ് സോഷ്യൽ ആക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സോഷ്യൽ ആക്ഷൻ്റെ ഒരു പ്രവർത്തനം അത് സോഷ്യൽ ആക്ഷൻ ആണോ അല്ലേ എന്ന് നോക്കുന്ന ഘടകങ്ങൾ. അതിലൊന്നാമത്തത് ആക്ഷനാണ്. ഒരു പ്രവർത്തനം ഉണ്ടാവണം എന്നുള്ളതാണ്. അതായത് ഒരു വ്യക്തിയോ അതല്ലെങ്കിൽ ഒരു കൂട്ടം വ്യക്തികളോ അല്ലെങ്കിൽ കൂട്ടം ആളുകളോ ഏതെങ്കിലും ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോഴാണ് എന്തുണ്ടാവുന്നത്, ഒരു സാമൂഹിക പ്രവർത്തനം സാധ്യമാകുന്നത്. അല്ലേ? ക്ലിയർ ആണല്ലോ. ആക്ഷൻ, ഒരു പ്രവർത്തനം നടക്കണം. ഒന്നെങ്കിൽ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആളുകൾ എന്താക്കണം, ഏതെങ്കിലും ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോഴാണ് എന്തുണ്ടാവുന്നത്, ഒരു സാമൂഹിക പ്രവർത്തനം സാധ്യമാകുന്നത്. ഏതെങ്കിലും ഒരു ലക്ഷ്യം നേടുന്നതിനായി വ്യക്തികൾ സാമൂഹിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു, അങ്ങനെയും പറയാം. അവർ ഏതെങ്കിലും ഒരു ലക്ഷ്യം നേടുന്നതിന് വേണ്ടി ജനങ്ങൾ എന്താക്കുന്നു, സാമൂഹിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. ദെൻ മറ്റൊന്നാണ് ദ എൻഡ് അല്ലെങ്കിൽ ഗോൾ എന്ന് പറയും. എല്ലാ പ്രവർത്തനങ്ങളും അല്ലെ സമൂഹത്തിൽ നടത്തുന്ന ഏതൊരു പ്രവർത്തനത്തിനും ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കും. അല്ലേ? ഒരു ലക്ഷ്യം നേടുന്നതിന് വേണ്ടിയായിരിക്കും ആ ഒരു പ്രവർത്തനം നടത്തുന്നുണ്ടാവുക. നമ്മൾ ഏതൊരു പ്രവർത്തനത്തെയും വിലയിരുത്തേണ്ടത് അല്ലെങ്കിൽ ഒരു പ്രവർത്തനത്തെ വിലയിരുത്തേണ്ടത് ഏത് ലക്ഷ്യം നേടുവാനാണ് ആ പ്രവർത്തനം ചെയ്തത് എന്ന് പരിശോധിച്ച് വേണ്ടിയിട്ടാണ്. ഏതു ലക്ഷ്യം നേടുന്നതിന് വേണ്ടിയിട്ടാണ് ആ പ്രവർത്തനം ചെയ്തത് എന്ന് പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഒരു വിഷയത്തെ അല്ലെങ്കിൽ ഒരു പ്രവർത്തനത്തെ വിലയിരുത്താൻ കഴിയുകയുള്ളൂ. ഓക്കെ ആണോ? അപ്പം ഒന്ന് ആക്ഷൻ ഉണ്ടാവണം, രണ്ടാമത്തത് ദ എൻഡ് അല്ലെങ്കിൽ ഓർ ഗോൾ, ഒരു ഗോൾ ഉണ്ടാവണം. ദെൻ മൂന്നാമത്തത് സിറ്റുവേഷനാണ്, സാഹചര്യം. അല്ലേ? ഓരോ സാമൂഹിക പ്രവർത്തനത്തിനും അതിൻ്റേതായ എന്തുണ്ടാവും, ഒരു സന്ദർഭവും സാഹചര്യവും ഉണ്ടായിരിക്കണം. ഏതൊരു പ്രവർത്തനം, എല്ലാ പ്രവർത്തനവും എല്ലാ സമയത്തും ചെയ്യാൻ പറ്റുന്നതല്ല. ഓരോന്നിൻ്റെതായ സാഹചര്യങ്ങളിൽ നമ്മൾക്ക് ചെയ്യാൻ പറ്റിയ ഒരു കാര്യങ്ങളാണ്. അപ്പോൾ സാഹചര്യങ്ങളുടെ സ്വാധീനം മൂലം ഉദ്ദേശിച്ച ലക്ഷ്യം നേടുകയും നേടാതിരിക്കുകയോ നമുക്ക് ചെയ്തേക്കാം. ചിലപ്പോൾ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഉദ്ദേശ ലക്ഷ്യങ്ങൾ നമ്മൾ നേടിയെന്ന് വരും, ചിലപ്പോൾ നേടിയില്ല എന്ന് വരും. അല്ലേ? നേടാതിരിക്കുകയോ ചെയ്യാം. അപ്പോൾ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം ഓരോ വ്യക്തിയുടെയും പ്രവർത്തനത്തെയും എന്താക്കുന്നുണ്ട്, അത് ബാധിക്കുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം ഓരോ പ്രവർത്തനത്തിൻ്റെയും അല്ലെങ്കിൽ ഓരോ പ്രവർത്തനത്തെയും ബാധിക്കുന്നുണ്ട് എന്നാണ് സിറ്റുവേഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സിറ്റുവേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പം ഒരു പ്രവർത്തനം ചെയ്യുമ്പോൾ അതിനനുയോജ്യമായ സിറ്റുവേഷൻ ആണെങ്കിൽ തീർച്ചയായും നമ്മൾ അതിൻ്റെ ലക്ഷ്യങ്ങൾ നേടിയിരിക്കും. അതിനനുയോജ്യമല്ലാത്ത പ്രതികൂലമായ സിറ്റുവേഷൻ ആണെങ്കിലോ അതിൻ്റെ സമ്മർദ്ദം പോലെ നമുക്ക് ചിലപ്പോൾ നേടാൻ കഴിഞ്ഞില്ലെന്നും വരാം. അപ്പം സിറ്റുവേഷൻ സോഷ്യൽ ആക്ഷൻ്റെ പ്രധാനപ്പെട്ട ഒരു എലമെൻ്റാണ്. ഇത് നാലാമത്തതാണ് ദ സെലക്ഷൻ ഓഫ് ഹർനേറ്റീവ് മീൻസ്, അല്ലേ? ഹരോനേറ്റീവ് മീൻസ്, അതായത് ഒരു ലക്ഷ്യം നേടിയെടുക്കാൻ ഒന്നിലേറെ മാർഗങ്ങളുണ്ടാവും, അല്ലേ? ഒരു ലക്ഷ്യം അല്ലെങ്കിൽ ഒരു ലക്ഷ്യം നമുക്ക് നേടിയെടുക്കണമെങ്കിൽ അതിലൊന്നിലേറെ മാർഗങ്ങൾ നമ്മൾക്ക് ഉണ്ടായിരിക്കാം. അപ്പം ഓരോ വ്യക്തിയും അവരിലേതെങ്കിലും, നമ്മളിപ്പോൾ പറഞ്ഞ ഇവയിലേതെങ്കിലും ഒരു മാർഗം തിരഞ്ഞെടുത്താണ് എന്താക്കുന്നത്, ലക്ഷ്യം നേടുന്നത്. ഒരു ലക്ഷ്യം നേടിയെടുക്കാൻ ഒന്നിലേറെ മാർഗങ്ങളുണ്ടാവുകയും അതിൽ നമ്മളിൽ ഓരോ ആളുകളും അല്ലെങ്കിൽ ഓരോ വ്യക്തിയും ഇവയിൽ ഏതെങ്കിലും ഒരു മാർഗം തിരഞ്ഞെടുത്ത് ലക്ഷ്യം നേടുന്നു. പല ഘടകങ്ങളെ ആശ്രയിച്ചാണ് ഏറ്റവും ഉചിതമായ മാർഗം ഏതെന്നു തീരുമാനം ഓരോ വ്യക്തിയും എടുക്കുന്നത്. അപ്പോൾ നമ്മളൊരു ലക്ഷ്യം നേടുന്നതിന് വേണ്ടി ഒന്നിലേറെ മാർഗങ്ങളുണ്ട്. അപ്പം അതിൽ നമ്മളൊരു മാർഗം തിരഞ്ഞെടുത്തു. അപ്പം ആ ഒരു മാർഗം തിരഞ്ഞെടുക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? പല ഘടകങ്ങളെയും അടിസ്ഥാനമാക്കിയിട്ടാണ്. അപ്പം ഒരു മാർഗം തിരഞ്ഞെടുക്കുന്നത് അത് പല ഘടകങ്ങളെയും ആശ്രയിച്ചിട്ടാണ് ഇതാണ് നല്ല മാർഗം എന്ന് നമ്മൾ പറയുന്നത്. ഇതാണ് ഇവിടെ പറഞ്ഞത്, ദ സെലക്ഷൻ, അല്ലേ? ദ സെലക്ഷൻ ഓഫ് ഹർനേറ്റീവ് മീൻസ് എന്ന് പറയുന്നത്. അപ്പം ഒരുപാട് ഘടകങ്ങളുടെ ആശ്രയത്തിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യപ്പെടുന്നത്, ഒരു മാർഗം തിരഞ്ഞെടുക്കപ്പെടുന്നത്, നമ്മുടെ ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മാർഗം നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഈ 4 ഘടകങ്ങൾ ഒരു പ്രവർത്തനത്തിൽ ഉണ്ടെങ്കിൽ നമുക്ക് പറയാം അതൊരു സോഷ്യൽ ആക്ഷനാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അതാണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. എലമെൻറ്റ്സ് ഓഫ് സോഷ്യൽ ആക്ഷൻ എന്ന് പറയുന്നത് ഒന്ന് എന്താണ്? ഒന്നാമത് നമ്മൾ പറഞ്ഞ ആക്ഷൻ ഉണ്ടാവണം. രണ്ടാമത് നമ്മൾ പറഞ്ഞത് ദ എൻഡ് ഓർ ഗോൾ ഉണ്ടാവണം. ദെൻ സിറ്റുവേഷൻ ഉണ്ടാവണം. ആൻഡ് നമ്മൾ എന്താക്കണം? ഹർനേറ്റീവ് മീൻസ്, സെലക്ഷൻ ഓഫ് ഹർനേറ്റീവ് മീൻസ്, അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഇനി അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് സിസ്റ്റംസ് ഓഫ് സോഷ്യൽ ആക്ഷനാണ്. സിസ്റ്റംസ് ഓഫ് സോഷ്യൽ ആക്ഷൻ. അപ്പോൾ എന്താണ് സിസ്റ്റംസ് ഓഫ് സോഷ്യൽ ആക്ഷൻ എന്ന് പറയുന്നത്? അതായത് സാമൂഹ്യ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന 3 വ്യവസ്ഥകളെയാണ് എന്താക്കുന്നത് നമ്മുടെ ടാൽക്കോട്ട് പേഴ്സൺ കണ്ടെത്തിയിട്ടുള്ളത്. അപ്പം നമ്മുടെ സാമൂഹിക പ്രവർത്തനം അതാണ് സോഷ്യൽ ആക്ഷൻ. അപ്പം ആ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന 3 ഘടകങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അദ്ദേഹം കണ്ടെത്തിയത് 3 വ്യവസ്ഥകളും കൂടിച്ചേരുമ്പോഴാണ് സമൂഹവും സാമൂഹ്യ വ്യവസ്ഥകളും നിലനിൽക്കുന്നത് എന്നാണ് ടാൽക്കോട്ട് പേഴ്സൻ്റെ അഭിപ്രായം. അതായത് നമ്മളിനി പറയാൻ പോകുന്ന ഈ ഘടകങ്ങൾ ഒരുമിച്ച് കൂടുമ്പോഴാണ്, ഈ 3 പ്രവർത്തനങ്ങളും ഒരുമിച്ച് കൂടുമ്പോഴാണ് സാമൂഹിക വ്യവസ്ഥയും സമൂഹവും നിലനിൽക്കുന്നത് എന്ന് ടാൽക്കോട്ട് പേഴ്സൺ അഭിപ്രായപ്പെടുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് പേഴ്സണാലിറ്റി സിസ്റ്റം. പേഴ്സണാലിറ്റി, വ്യക്തിത്വം, അല്ലേ? പേഴ്സണാലിറ്റി. അപ്പം എന്താണ് പേഴ്സണാലിറ്റി സിസ്റ്റത്തിലൂടെ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചാൽ, വ്യക്തികളുടെ സാമൂഹ്യമായ എല്ലാ ആവശ്യകതകളും നിറവേറുമ്പോൾ അല്ലെങ്കിൽ നിറവേറ്റുമ്പോൾ, നമ്മുടെ ഓരോ വ്യക്തികളുടെയും ആവശ്യങ്ങളെല്ലാം നിറവേറ്റുമ്പോൾ, അല്ലെങ്കിൽ അത് നിറവേറ്റാനുള്ള ഘടകമാണ് നമ്മൾ എന്താക്കുന്നത് പേഴ്സണാലിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പം വ്യക്തികളുടെ സാമൂഹ്യമായ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റുന്ന ഘടകമാണ് പേഴ്സണാലിറ്റി. സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതോടൊപ്പം സമൂഹമായ അല്ലെങ്കിൽ സാമൂഹ്യമായ ധർമ്മങ്ങൾ നിറവേറ്റുവാൻ ഓരോ വ്യക്തിയും ശ്രമിക്കുന്നു എന്നാണ് പേഴ്സണാലിറ്റി സിസ്റ്റം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഓരോ വ്യക്തിയുടെയും ആവശ്യങ്ങൾ നിറവേറ്റുന്ന ഘടകമാണ് പേഴ്സണാലിറ്റി എങ്കിലും ആ പേഴ്സണാലിറ്റിയിലൂടെ സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതോടൊപ്പം
എന്തും ചെയ്യപ്പെടുന്നുണ്ട്? സാമൂഹ്യമായ ധർമ്മങ്ങളും നിറവേറ്റുവാൻ ഓരോ വ്യക്തി ശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ ശ്രമത്തിലൂടെ അവർക്ക് സാധിക്കുന്നുണ്ട് എന്നതാണ് മനസ്സിലാക്കേണ്ടത്. ഇനി രണ്ടാമത്തത് നോക്കാം. രണ്ടാമത്തത് കൾച്ചറൽ സൊസൈറ്റി എന്ന് പറയും. ഒന്നാമത്തത് എന്തായിരുന്നു? പേഴ്സണാലിറ്റി സിസ്റ്റം ആണെങ്കിൽ രണ്ടാമത്തത് കൾച്ചറൽ സൊസൈറ്റി എന്ന് പറയും. കൾച്ചർ എന്താണെന്ന് നിങ്ങൾക്കറിയാലോ, സംസ്കാരമാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം എന്താണ് ഈ കൾച്ചറൽ സൊസൈറ്റി കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്? അതായത് സാംസ്കാരിക ഘടകങ്ങളായ സാമൂഹ്യ നിയമങ്ങൾ, അതുപോലെ തന്നെ സാമാന്യ മര്യാദകൾ, മൂല്യങ്ങൾ, ആചാരങ്ങൾ എന്നിവയെല്ലാം ചേർന്നതാണെന്തെന്ന് ഈ കൾച്ചറൽ സൊസൈറ്റി എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം. അതായത് സാംസ്കാരിക ഘടകങ്ങളായ സാമൂഹ്യ നിയമങ്ങൾ, സാമാന്യ മര്യാദകൾ, മൂല്യങ്ങൾ, ആചാരങ്ങൾ എന്നിവയെല്ലാം ചേർന്നിട്ടുള്ളതിനെയാണ് നമ്മൾ കൾച്ചറൽ സൊസൈറ്റി എന്ന് വിളിക്കുക. അപ്പോൾ നമ്മുടെ സമൂഹത്തിലുള്ള ഒരു വ്യക്തിയുടെ സാമൂഹ്യ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുക എന്നതാണ് ഈ വ്യവസ്ഥയുടെ ധർമ്മം. ഈ വ്യവസ്ഥയാണ് നമ്മുടെ സമൂഹത്തിലുള്ള ഓരോ വ്യക്തികളുടെയും അവരുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പം ഈ വ്യക്തികളുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിലൂടെയാണ് ഈ കൾച്ചറൽ സൊസൈറ്റി നിലവിൽ അല്ലെങ്കിൽ നിലനിൽക്കുന്നത് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പം വ്യക്തികളുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിലൂടെയാണ് ഈ കൾച്ചറൽ സൊസൈറ്റി നിലനിൽക്കുന്നത്. അഥവാ ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളും ഒക്കെ വരുന്നതിനനുസരിച്ച് വ്യക്തികൾ ജീവിക്കുമ്പോഴാണ് ഒരു സാംസ്കാരിക വ്യവസ്ഥക്ക് തുടർച്ചയുണ്ടാകുന്നത് എന്നാണ് അർത്ഥമാക്കുന്നത്. ഓരോ അനുഷ്ഠാനങ്ങൾക്കനുസരിച്ചോ അല്ലെങ്കിൽ കൾച്ചറൽ സൊസൈറ്റിക്കനുസരിച്ച് ആ കൾച്ചറൽ സൊസൈറ്റിയിലെ ആചാരങ്ങളിൽ വരുന്ന മാറ്റങ്ങൾക്കനുസരിച്ചൊക്കെ ജനങ്ങൾ ജീവിക്കുമ്പോഴാണ് ഈ ഒരു സാംസ്കാരിക സവിശേഷത വ്യവസ്ഥ എന്താക്കുന്നത്, ഇവിടെ തുടർന്നു പോകുന്നത് എന്നാണ് ടാൽക്കോട്ട് പാഴ്സൺ അഭിപ്രായപ്പെടുന്നത്. മനസ്സിലായിട്ടുണ്ടല്ലോ. ഇനി മൂന്നാമത്തതാണ് നമ്മൾ പറയാൻ പോകുന്നത് ഇൻ്ററാക്ഷൻ സിസ്റ്റംസ് എന്ന് പറയും. ഇൻ്ററാക്ഷൻ സിസ്റ്റം എന്താണ്? ഇൻ്ററാക്ഷൻ സിസ്റ്റം അഥവാ നമ്മുടെ വ്യക്തികളുടെ പ്രവർത്തനത്തിലൂടെയാണ് സമൂഹത്തിൻ്റെ നിലനിൽപ്പ്. എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് അല്ലേ? വ്യക്തികളുടെ പ്രവർത്തനത്തിലൂടെയാണ് സമൂഹത്തിൻ്റെ നിലനിൽപ്പ്. അപ്പോൾ ഈ വ്യക്തിയുടെ സാമൂഹിക സംഘങ്ങളും പ്രതിപ്രവർത്തനങ്ങളുമാണ് എന്താക്കുന്നത്? സമൂഹമെന്ന വ്യവസ്ഥയുടെ അടിസ്ഥാനം. അപ്പോൾ സാമൂഹിക വ്യവസ്ഥയുടെ അടിസ്ഥാനമാണ് എന്തെന്ന്? നമ്മുടെ വ്യക്തികളുടെ സാമൂഹിക പ്രവർത്തനങ്ങളും പ്രതിപ്രവർത്തനങ്ങളും സമ്പർക്കങ്ങളൊക്കെ. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ സമൂഹം നിലനിൽക്കുന്നത്, അല്ലെങ്കിൽ ഒരു സാമൂഹ്യ വ്യവസ്ഥ അല്ലേ, സമൂഹം എന്ന വ്യവസ്ഥയുടെ അടിസ്ഥാനം എന്നൊക്കെ പറയുന്നത്. നമ്മുടെ സാമൂഹ്യ പ്രവർത്തനങ്ങളുടെ അഭാവത്തിൽ സമൂഹത്തിന് നിലനിൽക്കുവാൻ കഴിയുമോ? തീർച്ചയായും കഴിയില്ല. അപ്പം ഇങ്ങനെ ആളുകൾക്കിടയിലുള്ള സാമൂഹിക പരസ്പര പ്രവർത്തനങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴാണ്, അതുപോലെ തന്നെ സാംസ്കാരിക സമൂഹം നിലനിൽക്കുമ്പോഴാണ്, അതുപോലെ പേഴ്സണാലിറ്റി സിസ്റ്റം നിലനിൽക്കുമ്പോൾ മാത്രമാണ് എന്ത് ഉണ്ടാവുകയുള്ളൂ? നമ്മളീ പറഞ്ഞ സോഷ്യൽ ആക്ഷൻ നിലനിൽക്കുകയുള്ളൂ അല്ലേ? അപ്പോൾ സാമൂഹ്യ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് 3 ഘടകങ്ങളാണ്. ആ 3 ഘടകങ്ങൾ കൂടിച്ചേരുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? ഓരോ വ്യവസ്ഥയും നിലവിൽ വരുന്നത്. അതിലൊന്ന് പേഴ്സണാലിറ്റി സിസ്റ്റം, 2 കൾച്ചറൽ സൊസൈറ്റി, 3 ഇൻ്ററാക്ഷൻ സിസ്റ്റം. ഇത് 3ഉം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലായല്ലോ. അപ്പം ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ വളരെ പ്രധാനപ്പെട്ട 4 പോയിൻ്റുകളാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തത് പ്രധാനമായും നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഫങ്ഷണലിസം ഓഫ് ടാൽക്കോട്ട് പാഴ്സൺ എന്ന വ്യക്തിയുടെ ഫങ്ഷണലിസത്തെക്കുറിച്ചാണ്. അതിൽ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു സിദ്ധാന്തമാണ് അല്ലെങ്കിൽ ഒരു ആശയമാണ് സോഷ്യൽ ആക്ഷൻ തിയറി. ആ സോഷ്യൽ ആക്ഷൻ തിയറി എന്താണെന്നും അതിൻ്റെ എലമെൻ്റായ ആൻ ആക്ഷൻ, അതുപോലെ തന്നെ ഗോൾ, സിറ്റുവേഷൻ, അതുപോലെ തന്നെ ഹൊറോണേഷൻ ഓഫ് മീൻസ് എന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു.
പിന്നെ ലാസ്റ്റായിട്ട് നമ്മൾ സിസ്റ്റം ഓഫ് സോഷ്യൽ ആക്ഷൻ, പേഴ്സണാലിറ്റി സിസ്റ്റവും കൾച്ചറൽ സൊസൈറ്റിയും ഇൻ്ററാക്ഷൻ സിസ്റ്റവുമാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാവരും വളരെ കൃത്യമായി തന്നെ മനസ്സിലാക്കുക. ഇത് ഫസ്റ്റ് തവണ കേട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒരു തവണ കൂടി കേട്ട് നമ്മളുടെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഗ്രൂപ്പിൽ ചർച്ച ചെയ്ത് ക്ലിയറാക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ പഠിക്കാനുള്ള ശ്രമം നടത്തുക. അപ്പം ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചതായി അറിയിക്കുന്നു. നന്ദി, ശുഭദിനം.